ജിംബിൽ തയ്യാറാക്കിയ നമ്മളിപ്പോൾ സേവ് ചെയ്ത ചിത്രം എങ്ങനെ മറ്റൊരു ഫയലായി എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ നോട്ട് നോക്കാം. പ്രോജക്ട് ഫയൽ. ജിംബ് പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫയലുകൾ തയ്യാറാക്കുമ്പോൾ അതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റയടിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവ പലതവണ തുറക്കുകയും മാറ്റം വരുത്തുകയും വേണ്ടിവരും. ഈ സാഹചര്യത്തിലാണ് ഇവയെ പ്രോജക്ട് ഫയലായാണ് സേവ് ചെയ്യുന്നത്. പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായ ശേഷം അവസാന ഉൽപ്പന്നത്തെ മാത്രമാണ് ചിത്രമായി എക്സ്പോർട്ട് ചെയ്യുക. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ്, ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിൽ പ്രോജക്ട് ഫയലായാണ് ആദ്യം സേവ് ചെയ്യുക. പ്രോജക്ട് ഫയലായി സേവ് ചെയ്താൽ മാത്രമേ അത് തുറന്ന് നാം മുമ്പ് ചെയ്തതിന്റെ തുടർച്ചയും സൗകര്യങ്ങളും ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫയൽ തുറക്കാം. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 8ൽ ദക്ഷ ഫോൾഡറിനുള്ളിൽ ആ ഇമേജ് .xcf, ആ ജിംബിൽ തുറക്കേണ്ടുന്ന ചിത്രത്തിന്റെ സ്വാഭാവിക ഫോമാറ്റാണ് XCF. ആ ചിത്രത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇമേജ് വ്യൂവറിലായിരിക്കില്ല അത് തുറന്നു വരിക, അത് ജിംബ് ഇമേജ് എഡിറ്ററിലായിരിക്കും തുറന്നു വരിക. അതായത് ആ എക്സ്റ്റൻഷൻ വെച്ച് അത് ഏത് സോഫ്റ്റ്വെയറിലാണ് തുറക്കേണ്ടത് എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നു. ഇപ്പോ ജിംബ് ഇമേജ് എഡിറ്ററിൽ ആ ചിത്രം തുറന്നു വന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ചിത്രത്തെ നമുക്ക് ആവശ്യമുള്ള പ്രോജക്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കതിനെ ചിത്രമായി എക്സ്പോർട്ട് ചെയ്യാം. ജിംബ് പ്രോജക്ട് ഫയൽ ആയിട്ടല്ല, ചിത്രമായി എക്സ്പോർട്ട് ചെയ്യാം. അതിനായി ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും സെലക്ട് ഫയൽ ടൈപ്പ് ബൈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലെ നമുക്ക് ചിത്രത്തിന്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു കൊടുക്കാം. ഇപ്പൊ JPG, PNG, ടിഫ് എന്നിങ്ങനെയൊക്കെയുള്ള ഫോമാറ്റുകൾ നമുക്ക് ഇപ്പൊ JPG തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിന്റെ എക്സ്റ്റൻഷൻ മാറുന്നത് ശ്രദ്ധിക്കുക. ടിഫ് ആണെങ്കിൽ അത് ടിഫ് ഫയലായിട്ട് മാറുന്നത് ശ്രദ്ധിക്കുക. PNG ആണെന്നുണ്ടെങ്കിൽ PNG ആയി മാറുന്നു. ആ എക്സ്റ്റൻഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് JPG ചിത്രമാക്കി മാറ്റാം. JPEG ഇമേജ് ആക്കി മാറ്റുന്നു. അതിനുശേഷം സേവ് ചെയ്യാനുള്ള സ്ഥലം ഹോമിലെ സ്റ്റുഡൻസ് വർക്കിലെ ദക്ഷ ഫോൾഡറിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇമേജിന്റെ ക്വാളിറ്റി നമുക്ക് തിരഞ്ഞെടുത്ത് നൽകി സൈസ് വ്യത്യാസപ്പെടുത്താം. എക്സ്പോർട്ട് ചെയ്താൽ ആ ചിത്രം ഇമേജായി നമ്മുടെ ഫോൾഡറിൽ ഉണ്ടാവും. നമുക്ക് നോക്കാം, ആ ചിത്രം ഇവിടെ ഇമേജ് ആയിട്ട് നമ്മുടെ ഫോൾഡറിനുള്ളിൽ വന്നിട്ടുണ്ട്. വിൽബർ ജിംബിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വിൽബർ. 1997 സെപ്റ്റംബർ 25 മുമ്പ് ട്യൂമാസ് ക്യൂസ്മാനൻ എന്ന ഫിൻലൻഡുകാരനാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്.